അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇടിയപ്പം ബാക്കി വന്നാലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒട്ടും ടേസ്റ്റ് കുറയാത്ത ഒരു അടിപൊളി ഐറ്റം കാണിച്ചു തരാം. നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ടാണിത്. ഇവിടെ ഇടിയപ്പം എന്നൊക്കെ പറയൂട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് അത് ചൂടാവുമ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ് നല്ല കുനുകുന അരിഞ്ഞത്, അതുപോലെ ഒരു സവാള നല്ല കുനുകുന അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണേ. കൂടുതൽ ഉപ്പിടരുത് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരു പച്ചക്കറിക്ക് മാത്രമുള്ള ഒരു ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു മസാല നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇടണില്ല, ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഒരു 1/4 മുറി മതി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരകിയത് മതി കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് വഴന്ന് കിട്ടണ്ട. അതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഇതുപോലെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു നൂൽപ്പെട്ട് നൂല് പോലെ ആകും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ആ മിക്സിങ്ങിലാണ് കാര്യം. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എത്രയും മതി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, പിന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചായയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇടിയപ്പം ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ ഐറ്റംസ് ആയിട്ടൊക്കെ ഇനിയും വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.